സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരള സംസ്ഥാനത്ത് മുഴുവൻ സംഘടനാ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഇതുപോലെയുള്ള ചെറുതും വലുതുമായ പൊതുയോഗങ്ങളും വിശദീകരണങ്ങളും വിചാരണയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് തീരുമാനമെടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിശ്ചയമായും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേരിട്ട കാർമ്മികത്വത്തിൽ ടീം സോളാർ എന്ന കമ്പനി കേരളത്തിലെ നിന്നും 6 കോടിയോളം വരുന്ന സംഖ്യ എന്ന് മാധ്യമപ്രവർത്തകരും, എന്നാൽ കേരളത്തിന്റെ സർക്കാരിന്റെ ചീഫ് വിപ്പ് ഏതാണ്ട് 1000 കോടിയിലധികം വരും എന്ന് പറയുകയും ചെയ്യുന്ന വലിയ തട്ടിപ്പ്. ആ തട്ടിപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ള പങ്കും അടിസ്ഥാനപരമായി രേഖാമൂലം ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ ഭരണ തലവനായ മുഖ്യമന്ത്രി രാജിവെക്കുകയും നിഷ്പക്ഷമാകുന്ന ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യണം എന്ന തികഞ്ഞ ജനാധിപത്യ പൂർവമുള്ള അഭിപ്രായത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നതിനെതിരായാണ് സംസ്ഥാന കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു കുറ്റവിചാരണ പരിപാടിക്ക് തീരുമാനമെടുത്തു. എന്നാൽ തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്ത് അത് ബ്ലോക്ക് കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിവൈഎഫ്ഐയുടെ ഈ പ്രക്ഷോഭത്തിന് പുതിയ രീതിയിലുള്ള അർത്ഥങ്ങളും മാനങ്ങളും കൈവരികയാണ്. കേവലം സരിത എസ് നായർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ബിജു രാധാകൃഷ്ണനും ചേർന്ന് നടത്തിയ തട്ടിപ്പ് മാത്രമായിരുന്നു തീരുമാനമെടുക്കുന്ന 2 ദിവസം മുമ്പ് ഡിവൈഎഫ്ഐയുടെയും കേരള സമൂഹത്തിന്റെയും മുൻപിൽ ഉണ്ടായിരുന്നത് എങ്കിൽ നിമിഷങ്ങൾക്കിടയിൽ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുതിയ വാർത്തകൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സരിത എസ് നായരുടെ നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പ് ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് കോട്ടയം DCCയുടെ ജനറൽ സെക്രട്ടറിയായ KJ ജെയിംസിന്റെ നേതൃത്വത്തിൽ ആപ്പിൾ ട്രീ 1000 കോടി രൂപയുടെ തട്ടിപ്പ് നടക്കുന്നത്. അതും കഴിഞ്ഞപ്പോഴാണ് ഇന്ന് പുതിയ വാർത്തകൾ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. സുതാര്യ കേരളത്തിലേക്ക് വിളിച്ച പെൺകുട്ടിയോട് തന്റെ കാര്യം നടത്തിത്തരണമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾക്ക് കൂടി വിധേയമാകണം എന്ന് സാംസ്കാരിക സമ്പന്നമായ കേരളത്തിന്റെ തലവനായ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫ് പറഞ്ഞിരിക്കുന്നു എന്ന പുതിയ വാർത്തകൾ വരികയാണ്. നിങ്ങൾ നോക്കുക, ഈ 3 കാര്യത്തിന്റെയും കേന്ദ്രം എവിടെയാണ്? സരിത എസ് നായർ എന്ന് പറയുന്ന പെൺകുട്ടിയും ടീം സോളാർ കമ്പനിയും നടത്തിയ തട്ടിപ്പ്, അതിന്റെ വേര് ചെന്ന് നിൽക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മടിയിലാണ്. DCC ജനറൽ സെക്രട്ടറി മറ്റൊരു പേരിൽ നടക്കുന്ന ആപ്പിൾ ട്രീ ചിപ്പീസിന്റെ പേരിൽ നടക്കുന്ന 1000 കോടി രൂപയുടെ തട്ടിപ്പ്. ആ തട്ടിപ്പിലും ഉമ്മൻചാണ്ടിയുടെ ചപ്രകല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഉമ്മൻചാണ്ടിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് KJ ജെയിംസ്. അദ്ദേഹത്തിന്റെ ഈ ചിട്ടി കമ്പനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വെബ്സൈറ്റിൽ 1000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിനകത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണാവുന്ന ചിത്രം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ജെയിംസിന്റെ ഫോട്ടോയാണ്. അതിന്റെ പേരും എവിടെ എത്തി നിൽക്കുന്നു? അപ്പോ വെറും കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസിലെ എ ഗ്രൂപ്പിന്റെ നേതാവാണ്, ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിന്റെ നേതാവാണ് ജെയിംസ്. അപ്പൊ അതും ഉമ്മൻചാണ്ടിയിലേക്ക് കരുനിഴൽ വീട്ടുകയാണ്. അതും കഴിഞ്ഞു ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത എന്താ?
സുതാര്യ കേരളത്തിലേക്ക് തന്റെ ഒരു പരാതി വിളിച്ചു പറഞ്ഞ പെൺകുട്ടിയോട് പരാതി പരിഗണിക്കണമെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമാകുന്ന മറുപടി എന്ന് പറയുന്നത് ഇവിടെ കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ, നടന്നു കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾക്ക് കൂടി തന്റെ തനിക്ക് വിധേയമാകണം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. ആരുടെ ഉദ്യോഗസ്ഥരാ? കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഉദ്യോഗസ്ഥൻ. അപ്പൊ കേരളത്തിൽ അടുത്തിടെയായി പുറത്തു വരുന്ന എല്ലാ തട്ടിപ്പ് കേസുകളുടെയും, കേരളത്തിൽ പുറത്തു വരുന്ന എല്ലാ ലൈംഗിക ആരോപണങ്ങളുടെയും എല്ലാം കേന്ദ്ര നേതൃത്വമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ഡിവൈഎഫ്ഐ വെറുതെ പറയുന്നതല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇതിനു മുമ്പ് സമീപകാലത്തിന്റെ കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത നിലയിലാണല്ലോ കേരളത്തിന്റെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ എന്ന് പറയുന്നയാൾ കേരളത്തിൽ അധികാരം വിട്ട് പുറത്തു പോയേണ്ടി വരുന്ന സ്ഥിതിയുണ്ടായി തന്നുകൊണ്ട് ഡിവൈഎഫ്ഐ സമരം നടത്തിയതുകൊണ്ട് ഡിവൈഎഫ്ഐയുടെയോ കേരളത്തിലെ ജനാധിപത്യ സമരങ്ങളുടെയോ ഭാഗമായിട്ടല്ല കേരളത്തിലെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന കെ വി ഗണേഷ് കുമാറിന്റെ തന്റെ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അതും ഒരു പൊന്നു കേസാണ്. ആരായിരുന്നു അതിന്റെ മധ്യസ്ഥൻ? യാമിനി തങ്കച്ചി കരഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നമ്മോട് പറഞ്ഞതുണ്ട്. കേരളത്തിന്റെ മന്ത്രി ആ മന്ത്രിയുടെ വീട്ടിലെ ഓഫീസ് മുറിക്കകത്ത് തന്റെ അപര സ്ത്രീയുടെ ഭർത്താവ് വന്ന് ചെവിടത്തടിച്ചപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ വന്ന മനുഷ്യന്റെ കാലിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എനിക്ക് തെറ്റുപറ്റി എന്ന് ആവർത്തിച്ചു പറഞ്ഞു എന്ന് ഗണേഷ് കുമാറിന്റെ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ? ആരായിരുന്നു ആ കേസിലെ മധ്യസ്ഥൻ? ആ പെണ്ണ് കേസിലെയും മധ്യസ്ഥൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കേരളത്തിലെ മറ്റേ വകുപ്പ് മന്ത്രിയായിരുന്ന ഷിബി ബേബി ജോണുമായിരുന്നു ആ പെണ്ണ് കേസിന്റെ മധ്യസ്ഥം വഹിച്ചിരുന്നത് എന്ന ലോകം നമ്മളെല്ലാം അറിഞ്ഞതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ കേരളത്തിന്റെ മന്ത്രിസഭയുടെ പണി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പണി എന്താ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പണി എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ തട്ടിപ്പുകാരുടെയും മുഴുവൻ പെൺവാണിഭക്കാരുടെയും അതുപോലെ തന്നെ പെണ്ണുകേസുകളുടെയും എല്ലാം മധ്യസ്ഥം വഹിക്കുന്നവനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി മാറിയിരിക്കുന്നു എന്ന് ലോകം കാണുകയാണ്. എന്താണ് ഈ കേരളം? പ്രിയപ്പെട്ടവരെ, ഉമ്മൻചാണ്ടി 2013 മഴവെറിഞ്ഞ് നേടിയതല്ല ഈ കേരളം. ഈ കേരളത്തിന്റെ പൂർവ്വകാലത്ത്, ഈ കേരളത്തിന്റെ ഭൂതകാലത്ത് പൂർവ്വസൂരികളായ ഒരുപാട് നേതാക്കന്മാർ കേരളത്തിൽ ഭരണം നടത്തിയിട്ടുണ്ട്. സഖാവ് എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ഇങ്ങേ തലത്തിലെ സഖാവ് എസ് അച്യുതാനന്ദൻ വരെയുള്ള നിരവധിയായ വലതുപക്ഷ ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ കേരളം ഭരണം നടത്തിയിട്ടുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിമാർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് മന്ത്രിമാർക്ക് ആരോപണങ്ങൾ വിധേയമായതിന്റെ ഭാഗമായി രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിൽ. പക്ഷേ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ അവസ്ഥ, കേരളത്തിലെ ഭൂതകാല ചരിത്രം പരിധി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ടെടുക്കാൻ വേണ്ടി കഴിയും. എന്താ വിഷയം? ടീം സോളാർ എന്ന് പറയുന്ന ഒരു കമ്പനി. ആ കമ്പനി അതിന്റെ ഷെയർ വിൽക്കുകയാണ് ആളുകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ ഷെയർ പിരിച്ച ആളുകളെ വഞ്ചിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ 3-ാം തീയതി ഈ സരിതായ നായർ എന്ന് പറയുന്ന പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യാം. 3-ാം തീയതി അറസ്റ്റ് ചെയ്ത് ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ അന്വേഷണം നടത്തിയപ്പോ അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് എന്ന് അന്ന് തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യമുള്ളത്. ഏതെങ്കിലും പോലീസുകാർ നടപടിയെടുത്തോ? ഒരു പോലീസും നടപടിയെടുത്തില്ല. 11-ാം തീയതി കേരളത്തിലെ മലയാള ദൃശ്യമാധ്യമ രംഗത്തെ പ്രധാനപ്പെട്ട ചാനലായ കൈരളി TV രേഖാമൂലം ചില വസ്തുതകൾ പുറത്തുവിടുകയാണ്. എന്താ വസ്തുത? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരിയായ ജോബൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അനുകൂല സംഘടനയ്ക്ക്
തങ്കമായ പോലീസുകാരൻ സലീം രാജു ഈ സരിതയ സ്റ്റാലിനുമായി ടെലഫോണിൽ ഇടതടവില്ലാതെ ഇടപെട്ടിട്ടുണ്ട്. കൈരളി TV വാർത്ത പുറത്തുവിട്ടല്ലോ. കൈരളി TV 11-ാം തീയതി വാർത്ത പുറത്തുവിട്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതല്ല. മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് എനിക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയാണ്, കെട്ടിച്ചമയ്ക്കപ്പെട്ട വാർത്തകളാണ് എന്ന്. 11-ാം തീയതി കഴിഞ്ഞു, 12 കഴിഞ്ഞു, 13-ാം തീയതി കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഈ വിഷയം ആളിക്കത്തിയപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് വാർത്ത വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതുകൊണ്ട് ഞാൻ എന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട പോലീസിനെയും ജോബിനെയും ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോഴാണ് സർക്കാരിന്റെ ചീഫ് വിപ്പ് അപ്പുറത്ത് നിന്ന് വേറൊരു വർത്തമാനം പറയുന്നത്. 3-ാം തീയതി സരിത അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം 4-ാം തീയതി ഞാൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ തട്ടിപ്പ് സംഘത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സ്റ്റാഫുമായി ബന്ധമുള്ള വിവരം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് സർക്കാരിന്റെ ചീഫ് വിപ്പായ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് കേരളത്തിലെ മുഖ്യമന്ത്രി വിഴുങ്ങണ്ടായിരുന്നു. അയാൾ പറഞ്ഞില്ലല്ലോ. PC ജോർജ് പറഞ്ഞപ്പോ ഞാൻ അറിഞ്ഞു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞില്ലല്ലോ. അഥവാ 4-ാം തീയതി PC ജോർജ് പറഞ്ഞപ്പോ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് 13-ാം തീയതി വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തന്റെ തട്ടിപ്പ് കേസിലെ സംഘാംഗങ്ങളുമായി കൈകോർക്കുന്ന തന്റെ സ്റ്റാഫിലെ അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല? അപ്പൊ 13-ാം തീയതി ആ നടപടി വരുന്നു. മുഖ്യമന്ത്രി അത് തീർന്നില്ല. അത് കഴിഞ്ഞപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ പുതിയ വാർത്ത. എന്താ വാർത്ത? ഒരു കുരുവിള എന്ന് പറയുന്ന പാവൻ പയ്യനായ ഒരു മനുഷ്യൻ ഡൽഹിയിലുണ്ട്. അയാളുടെ പണി എന്താ? റിയൽ എസ്റ്റേറ്റ് ആണ് എന്നാണ് അയാൾ പറയുന്നത്. ഉമ്മൻചാണ്ടി മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് എന്റെ കാര്യങ്ങൾ ഡൽഹിയിൽ നോക്കുന്നയാൾ ഈ കുരുവിളയാണ് എന്ന്. എന്താ അയാളുടെ പണി ഉണ്ടായിരുന്നത്? ഉമ്മൻചാണ്ടിയുടെ പുത്രൻ ശ്രീമന്തപുത്രൻ ചാണ്ടി ഉമ്മൻ യൂത്ത് കോൺഗ്രസിന്റെ സമുന്നതായനായ നേതാക്കളിൽ ഒരാൾ, അയാൾ ഡൽഹിയിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോ അയാളുടെ ലോക്കൽ കാര്യമായിരുന്നു ഈ കുരുവിള. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ മറ്റേ ചാണ്ടി ഉമ്മൻ ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ കേരളത്തിന്റെ ഉമ്മൻചാണ്ടിയുടെ അറിവോടുകൂടി അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ് ഈ കുരുവിള എന്ന് പറയുന്ന പാവൻ പയ്യൻ. അപ്പോഴാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്, കുരുവിള എന്റെ കാര്യങ്ങൾ നോക്കാൻ ഡൽഹിയിലെ എന്റെ ആളാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനാണ് അങ്ങ് ഡൽഹിയിലുള്ള ഇന്ദ്രപ്രസ്ഥത്തിലുള്ള കുരുവിള എന്ന് പറയും. ഞാനത് ചോദിക്കട്ടെ, കേരളത്തിലെ നിരവധി മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ആ മുഖ്യമന്ത്രിമാർക്കൊന്നും ഡൽഹിയിൽ കാര്യം നോക്കാൻ അതുവരെ ആളുണ്ടായിരുന്നില്ല എന്ന രീതിയിലാണ് ഉമ്മൻചാണ്ടിയുടെ വർത്താനം. ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദവി, ആ പദവി അനുസരിച്ച് ഡൽഹിയിലെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഒരു ജീവനക്കാരനെ അവിടെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ, അവിടെ നിയമിക്കണമെങ്കിൽ ഭരണഘടനാപരമായി തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ട്. തന്റെ കാര്യങ്ങൾ നോക്കാൻ, കേരളത്തിന് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, തന്റെ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഡൽഹിയിൽ ഫയലുകൾ നിൽക്കുന്നതിന് വേണ്ടി ഒരാളെ ഡൽഹിയിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നിയമപരമായി കഴിയും. എന്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ തന്റെ കാര്യങ്ങൾ നോക്കാൻ ഡൽഹിയിൽ പ്രതിഷ്ഠിച്ച പ്രതിപുരുഷൻ പാവൻ പയ്യൻ കുരുവിളയെ തന്റെ സെക്രട്ടറിയായി, തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായി അല്ലെങ്കിൽ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഫലത്തിൽ പ്രതിഷ്ഠിക്കാൻ എന്തേ കുരുവിളയെ മുഖ്യമന്ത്രി തയ്യാറാകാതിരുന്നത്? അവിടെയാണ് ഒരു കാര്യത്തിന്റെ ചുരുൾ നമ്മൾ കാണുന്നത്. ഒന്ന്, ഉമ്മൻചാണ്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുക. എന്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തത് ഇവിടെ നേരാതെ പറഞ്ഞല്ലോ. ലാളിത്യത്തിന്റെ മകുടോദാഹരണമായ ഉമ്മൻചാണ്ടി അയാള് തല ചീകില്ല. അത് ലാളിത്യത്തിന്റെ ഒരു ലക്ഷണമാണത്ര. കഥ ഹട്ടേ ഉപയോഗിക്കും, പക്ഷെ അതിന്റെ എവിടെയെങ്കിലും ഒന്ന് തീർന്നിട്ട് ഉപയോഗിക്കും. അത് ലാളിത്യത്തിന്റെ രണ്ടാമത്. 2 ഗ്ലാസേ ഉള്ളൂ, അത് അലുമിനിയം ഗ്ലാസ്സാണ്. അത് മൂന്നാമത്. പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കും. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തത് വലിയ ലാളിത്യത്തിന്റെ ഉദാഹരണമായി കോൺഗ്രസുകാർ പറഞ്ഞു പാടി നടക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തന്നെ വർത്തമാനം.
മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ ലാളിത്യം. ഞാൻ ആരെ ആക്ഷേപിച്ച് പറയല്ല. 150 രൂപ ദിവസ വരുമാനം കിട്ടുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നമ്മുടെ നാട്ടിൽ ഒരു വർഷം 100 ദിവസമാണ് അവർക്ക് തൊഴിൽ ലഭ്യമാകുന്നത്. 150 × 100 18,000 രൂപയാണ് ഒരു വർഷം അവരുടെ വരുമാനം. ആ 18,000 രൂപ വാർഷിക വരുമാനമുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൈവശം പോലും ഇന്ന് ഉള്ളൊരു സാധനമാണ് മൊബൈൽ ഫോൺ. ഉമ്മൻചാണ്ടിയുടെ സ്ഥിതി എന്താ? ഓർമ്മ വെച്ച നാള് മുതൽ കേരളത്തിന്റെ നിയമസഭയിൽ അംഗായാണ്, കേരളത്തിലെ MLA, കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിലെ വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻ, അങ്ങനെ വിവിധ തലങ്ങളിൽ കേരളത്തിന്റെ നിയമസഭയ്ക്ക് അംഗമാകുകയും അന്ന് മുതൽ ഇന്ന് വരെയുള്ള പെൻഷനും ശമ്പളവുമെല്ലാം ഇടപെടലില്ലാതെ ഒപ്പിട്ട് മേടിക്കുന്ന ഈ മഹാമാന്യം പറയുന്നത് 1,500 രൂപ കൊടുത്ത് ഒരു മൊബൈൽ ഫോൺ മേടിച്ചാൽ അത് ലാളിത്യത്തിന്റെ സീമകളെ ലംഘിക്കും, അതിനെ ലംഘിക്കും. അതുകൊണ്ട് ഞാൻ ലാളിത്യത്തിന്റെ പ്രതീകമാണ്, എനിക്ക് മൊബൈൽ ഫോൺ വേണ്ട എന്നാണ് അയാൾ പറയുന്നത്. കൊള്ളത് മനസ്സിലായി അയാൾ എന്താ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നത് എന്ന്. തനക്കകത്ത് ആൾതാമസമുള്ള മലയാളം മനസ്സിലാകുന്നവരും അത്യാവശ്യം മറ്റേ ദേശീയ മാധ്യമങ്ങളിലും വാർത്തകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് മറ്റ് ഭാഷകൾ അറിയാവുന്നവരുമായ തലക്കകത്ത് ആൾതാമസമുള്ള എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി എന്റെ ഉമ്മൻചാണ്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തത് എന്ന്. എന്താ കാരണം? കേരളത്തിൽ ജോപ്പന്റെ ഫോണാണ് അയാൾ ഉപയോഗിക്കുന്നത്. ജോപ്പൻ എന്ന് പറയുന്ന സ്റ്റാഫ്, അല്ല സ്റ്റാഫ് ഫോൺ വരും, ഫോൺ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്കാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കും, അയാളെ സംസാരിക്കും. അങ്ങ് ഡൽഹിയിലൊക്കെ കഴിഞ്ഞാൽ കുരുവിളയുടെ ഫോണാണ് ഇയാൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ എന്താ വിഷയം? ഉമ്മൻചാണ്ടി പറയുന്നത് എനിക്കതിൽ പങ്കുണ്ട് എന്ന് പ്രതിപക്ഷത്തിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന. എങ്ങനെ തെളിയിക്കുക? ഉമ്മൻചാണ്ടിക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ കേസിൽ ഉമ്മൻചാണ്ടിക്ക് നേരിട്ട് ബന്ധമുണ്ടായെന്ന് കേരളത്തിന് മനസ്സിലാകുമായിരുന്നു. കേരളം കണ്ട ഇന്നോളം വരെ കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ കപടതയുടെ മുഖമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇറങ്ങുമ്പോഴാണ് അയാൾ പറയുന്നത് എന്റെ ഫോണിലല്ലോ വിളിച്ചതാണ്, അയാളുടെ ഫോണിൽ വിളിക്കാൻ ഫോൺ വേണ്ട. അപ്പൊ ജോപ്പന്റെ ഫോണും സ്റ്റാഫാംഗങ്ങളുടെ ഫോണും അങ്ങ് ഡൽഹിയിലെ കുരുവിളയുടെ ഫോണും ഉപയോഗപ്പെടുത്തി നാട്ടിലെ എല്ലാ തമ്പാടിക്കൂട്ടങ്ങളുമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് പിടിക്കപ്പെടില്ല, അതുകൊണ്ട് മൊബൈൽ ഫോൺ വേണ്ട. ഇതാണ് മുഖ്യമന്ത്രി അന്ന് തീരുമാനിച്ചത്. ഇപ്പൊ മനസ്സിലാവുന്നു, കേരളത്തിന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് ഒരു ഫോൺ വേണമെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. ഈ നാട്ടിൽ ഈ ചെറുതുരുത്തിൽ അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഖാക്കളിൽ ആർക്കാണ് മൊബൈൽ ഫോൺ ഇല്ലാതിരിക്കുന്നത്? അത് വലിയ ആർഭാടത്തിന്റെ ലക്ഷണമൊന്നുമല്ല. പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തുക എന്നതിന്റെ ഒത്തുദാഹരണം മാത്രമാണ്. അത് മുഖ്യമന്ത്രിക്ക് ഫോണില്ല. മുഖ്യമന്ത്രി ഫോൺ ഉപയോഗിക്കാതിരുന്നത് ഇതുപോലെയുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോ താൻ പിടിക്കപ്പെടരുത് എന്ന് നന്നായി ബോധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഉമ്മൻചാണ്ടി ഫോൺ ഉപയോഗിക്കാതിരുന്നത്. അപ്പൊ അയാൾ പറയുന്നത് ഞാൻ സുതാര്യമാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ അയാൾ പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ കൂട്ടരെ, എന്റെ സീറ്റിൽ ഒരു പ്രാന്തൻ ഒരു ദിവസം കയറിയിരുന്നു, അത്രയും സുതാര്യമാണ് എന്റെ കാര്യങ്ങളെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒരു പൊതുയോഗത്തിൽ പറയാൻ പറ്റുന്ന ഭാഷ എന്താ വരുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സീറ്റിൽ ഒരു പ്രാന്തം കയറിയിരുന്നു കഴിഞ്ഞാൽ അത് ഗമയാണ് എന്ന് പറഞ്ഞ് ദൃശ്യമാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്ന ഇതേപോലെയുള്ള ആളുകൾ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഒരു പ്രാന്തം കയറിയിരുന്നു അയാളുടെ സീറ്റിൽ. അയാൾ തന്നെ പറയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സീറ്റിൽ, അത് ഉമ്മൻചാണ്ടിയുടെ സീറ്റിലാണ് എങ്കിൽ ഞങ്ങൾക്ക് വലിയ ദുഃഖമൊന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ സീറ്റിൽ കയറിയിരിക്കാൻ പറ്റിയവൻ തന്നെയാണ് പ്രാന്തൻ എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഞങ്ങളെ വേദനിപ്പിക്കുന്നത് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിന്റെ പ്രഥമ പുരുഷനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സീറ്റിൽ ഒരു പ്രാന്തം കയറിയിരുന്നു കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണ് എന്ന് ഞങ്ങളാരും ചിന്തിക്കുന്നില്ല. അയാൾ പറയാണ് സുതാര്യമാണ്. എന്റെ ആഫീസ് വളരെ സുതാര്യം. എന്റെ ആഫീസിൽ എപ്പോഴും ആളുകൾക്ക് വരാം.
എപ്പോഴും ആളുകൾക്ക് പോകാം, കയറി ഇറങ്ങാം, അയാളുടെ ആഫീസിൽ കയറിയിട്ട്. ഇത് ഇവർക്ക് പറ്റിയ പണിയല്ല. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലെ മറ്റു ചില ആളുകളെ പോലെയാണെന്ന് എന്ന് പറയുന്നത് എന്താ അവസ്ഥ? നല്ല അഭിസാരികയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ആർക്കും വന്ന് കയറാം, ആർക്കും വന്നിറങ്ങാം എന്ന നിലയിലേക്ക്, അഭിസാരികയുടെ നിലയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മാറുന്നു എന്ന് സ്വയം വിളിച്ചു പറയുകയാണ് അയാൾ. പ്രാന്തം കയറിയിരുന്നു അതിന്റെ സുതാര്യത. ആളുകൾക്ക് കയറാം. ഞാൻ എന്റെ ഓഫീസിൽ മുഴുവൻ ഇവിടെ മറ്റേ ക്യാമറ വെച്ചതിന്റെ സുതാര്യത നമ്മൾ കണ്ടതാണ്. എന്താ സുതാര്യത? ക്യാമറ വെച്ചത് സുതാര്യതയിൽ പണം കൊടുക്കുന്നത് ക്യാമറയിൽ പകർത്തി ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ടു. അപ്പോ പുറത്താക്കി രണ്ടാണ്. അതാണ് സുതാര്യത. അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സുതാര്യമാകണം എന്ന് ഈ കേരളം ആഗ്രഹിക്കുന്നുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും സുതാര്യമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ രീതി? ആർക്കും എന്തും എപ്പോഴും ചെയ്യാം, കടന്നു വരാം, ചെയ്യാം, പോകാം എന്ന നിലയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ സെക്രട്ടേറിയറ്റും മാറണം എന്ന് കേരളം ആഗ്രഹിക്കുന്നില്ല. ഉമ്മൻചാണ്ടി അതാണ് ഒരു കാര്യമായി പറയുന്നത്. അയാൾ പറയാണ്, എന്റെ സുതാര്യമാണ് എന്റെ ഓഫീസ്, അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കും. സുതാര്യമാണ് എന്റെ ജീവിതം, അതുകൊണ്ടും ഇതെല്ലാം സംഭവിക്കുമെന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ മുഖ്യമന്ത്രി തന്റെ ഭാര്യയെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി സരിതയെ വിവാഹം കഴിച്ച ഈ ടീം സോളാറിന്റെ പ്രധാനപ്പെട്ട ഒരാളായ ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്നവരുമായി ആലുവ റെസ്റ്റ് ഹൗസിൽ ഇരുന്ന് 1 മണിക്കൂർ ചർച്ച നടത്തി എന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞതല്ല. ബിജു രാധാകൃഷ്ണൻ അറിയോ എന്ന് പ്രതിപക്ഷം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അറിയില്ല. സരിത എസ്മായിൽ അറിയോ? അപ്പോഴാണ് ബിജു രാധാകൃഷ്ണൻ റിപ്പോർട്ടർ ചാനലിനെ വിളിക്കുന്നത്. ചാനലിൽ വിളിച്ച് പറഞ്ഞതെന്താ? പറഞ്ഞത്, പ്രിയപ്പെട്ട കൂട്ടിനെ, ഇതെല്ലാം സംഭവിച്ചു. എന്തൊക്കെ സംഭവിച്ചു? മുഖ്യമന്ത്രിയും സെക്രട്ടേറിയറ്റുമായി എനിക്ക് നല്ല ബന്ധമാണ്. മാത്രമല്ല, ഈ സരിത എസ് നായർ എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പൊ എന്നെ ചതിച്ച് കേരളത്തിന്റെ മന്ത്രിയായിരുന്ന ഗണേശന്റെ കൂടെ പോവാൻ ഒരുമ്പെടുകയാണ്. ഈ ഒരു വിഷമം ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. എവിടെ വെച്ച്? ആലുവ റെസ്റ്റ് ഹൗസിൽ വെച്ച് 1 മണിക്കൂർ എടുത്ത് ചർച്ച നടത്തി എന്നാണ് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത്. ബിജു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവല്ലല്ലോ. കേരളത്തിലെ വ്യവസ്ഥ സാമാജികരിൽ ആരെങ്കിലുമാണോ? ഒന്നുമല്ല. അങ്ങനെ കൊടും കള്ളനുമായി ആലുവ റെസ്റ്റ് ഹൗസിൽ 1 മണിക്കൂർ നേരമെടുത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ച നടത്തുകയാണ്. ചർച്ചയ്ക്ക് പറഞ്ഞത് എന്താ എന്ന് ഞാൻ മുൻകൂര എന്താണ് ഉമ്മൻചാണ്ടി പറയുന്നത്. പത്രക്കാരാവുമ്പാട് ചോദിച്ചു, എന്താ ചർച്ച നടത്തിയത്? അപ്പൊ അയാൾ പറഞ്ഞു, മിണ്ടില്ല, കുടുംബകാര്യമാണ് എന്നോട് പറഞ്ഞത്. എടോ ബിജു രാധാകൃഷ്ണ കുടുംബകാര്യം എന്ന് പറഞ്ഞ എന്താ കാര്യം? നമ്മുടെ വീട്ടിൽ അതിന്റെ തർക്കം പോലെ വിചാരിക്കുന്നത്. ബിജു രാധാകൃഷ്ണന്റെയും സരിത എസ് നായരുടെയും കുടുംബകാര്യം എന്ന് പറഞ്ഞാൽ ഈ സോളാർ കമ്പനിയുമായി നടത്തിയ തട്ടിപ്പും ആ തട്ടിപ്പിൽ നിന്ന് എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടണം എന്നുള്ളതുമാണ് അവരുടെ കുടുംബകാര്യം. ആ കാര്യം ഉമ്മൻചാണ്ടിയുമായി 1 മണിക്കൂർ നേരമെടുത്ത് സംസാരിച്ചു എന്ന് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിട്ടും എന്തേ നിങ്ങൾ സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാമില്ലല്ലോ നിയമസഭയ്ക്കകത്തും പുറത്തും. എന്താ മിണ്ടാത്തത്? മിസ്റ്റർ ഉമ്മൻചാണ്ടിക്ക് ഈ വിഷയവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട്. ഇതെല്ലാം പോട്ടെ, ഇതൊന്നും ഉമ്മൻചാണ്ടി അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ധരിക്കാം, നമുക്ക് അങ്ങനെ സഹിക്കാം. ഇവിടെ ചെക്ക് കേസ് ഇവിടെ പോലീസുകാർ ചോദിച്ചു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ജയൻ ഒരു ചെക്ക് കൊടുത്തു. ജയൻ ഈ ജില്ലാ ബാങ്കിലോ ദേശമംഗലം സർവീസ് സഹകരണ ബാങ്കിലോ നാളെ കൊടുത്ത് അതിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് മടക്കി തന്നു കഴിഞ്ഞാൽ ജയൻ ചെയ്യുന്ന പരിപാടി എന്താ? അത് വെച്ച് കോടതിയിൽ പോകും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകും. എവിടെ പോയാലും ഫോട്ടോയിൽ കേസ് കൊടുക്കും. ചീറ്റിങ്ങിന് കേസെടുത്താൽ ജയിലിൽ പോകണം. അതാണല്ലോ നമ്മുടെ നാട്ടിൽ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതി.
ഈ ബിജു രാധാകൃഷ്ണൻ പഞ്ചപാപമാണ്, പാല് കുടിക്കോ എന്നാണ് ഞാൻ ധരിച്ചിരുന്നത് എന്ന് ഉമ്മൻചാണ്ടി കുഞ്ഞോട് പറയുന്നത്. അപ്പോഴാണ് വാർത്ത വരുന്നത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപയുടെ വണ്ടിച്ചെക്ക് കൊടുത്ത മഹാമാനിയാണ് ബിജു രാധാകൃഷ്ണൻ എന്ന. എങ്ങനെയുണ്ട്? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വണ്ടിച്ചെക്ക് കൊടുക്കാൻ മാത്രം പ്രാണി കാണിച്ചവനാണ് ബിജു രാധാകൃഷ്ണൻ. ആ ചെക്ക് മടങ്ങി വന്നപ്പോൾ വണ്ടിച്ചെക്കാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ, ഫണ്ടില്ലാത്തത് കൊണ്ട് ഇത് തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്ത പണിയെന്താ? അതങ്ങോട്ട് മുക്കി. നടപടിയെടുക്കാൻ തയ്യാറായോ? നടപടിയെടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ബിജു രാധാകൃഷ്ണൻ ജയിലിൽ പോകേണ്ടി വരുമായിരുന്നില്ലേ? എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇതറിയായിട്ടാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് 25 ലക്ഷം രൂപയുടെ വണ്ടിച്ചെക്ക് വെച്ചു കൊടുക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടതാണ്. എന്തേ കേരളത്തിലെ മുഖ്യമന്ത്രി നടപടിയെടുക്കാഞ്ഞത്? തനിക്ക് 25 ലക്ഷം രൂപയുടെ വണ്ടിച്ചെക്ക് തന്ന് തന്നെയും ഈ സംസ്ഥാനത്തെയും പറ്റിച്ചവരുമായി 1 മണിക്കൂർ നേരമെടുത്ത് ആലുവ റെസ്റ്റ് ഹൗസിൽ നിന്ന് കുടുംബകാര്യം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥമെന്താ? ഇവര് തമ്മിലുള്ള ബന്ധത്തെയാണോ, ഇവര് തമ്മിലുള്ള ബാന്ധവത്തെയാണോ അത് കാണിക്കുന്നത്? തനിക്ക് 25 ലക്ഷം രൂപ ചെക്ക് തന്ന് പറ്റിച്ചവരുമായി ഒരു കുഴപ്പവും അറപ്പും ഒരു പ്രശ്നവുമില്ലാതെ 1 മണിക്കൂർ ചർച്ച നടത്തി എന്ന് പറഞ്ഞാൽ പറയുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിന്നില്ലല്ലോ. ഇപ്പൊ പറയുന്നത് എന്താ? ഇപ്പൊ പറയുന്നത് ADGP റാങ്കിൽപ്പെട്ടവരുമായി ഈ സരിത എസ് നായർക്ക് അടുത്ത ബന്ധമുണ്ട് എന്നാണ്. ADGP ആരാ? പോലീസിന്റെ തലത്തിൽ നമ്പർ 2. DGP കഴിഞ്ഞാൽ തൊട്ട് താഴെ നിൽക്കുന്ന ADGP. ഞാൻ പറഞ്ഞതല്ല, നാളെ ഇപ്പൊ MM മണിക്കെതിരെ കേസെടുത്ത പോലെ ചെറുതുരുത്തി പോലീസ് ദിലീപ് ADGPക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞ് കേസെടുക്കാൻ വേണ്ട കാര്യമില്ല. കേസെടുത്തോളൂ, അതിനും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ പറഞ്ഞതാരാ? പറഞ്ഞത് കേരളത്തിന്റെ